ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫുട്ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയുമായി പോകുന്ന ടീമുകളിൽ ഒന്നാണ് പോർച്ചുഗൽ. പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ക്വാഡിനെ കൊണ്ടാണ് വരുന്ന വേൾഡ് കപ്പിൽ പോർച്ചുഗൽ പോകുന്നത്. നിലവിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന പല വമ്പന്മാർക്കും വേണ്ടി വളരെ മികച്ച പ്രകടനം നടത്തുന്ന, സ്ഥിരമായി ആദ്യ 11-ൽ തന്നെ കളിക്കുന്ന കുറേ സൂപ്പർ താരങ്ങൾ അവർക്കൊപ്പമുണ്ട്. എന്നാൽ പോർച്ചുഗൽ നേരിടുന്ന ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൊണാൾഡോ അല്ലാതെ സ്ഥിരമായി പോർച്ചുഗലിന്റെ മുന്നേറ്റ നിരയിൽ ഗോൾ സ്കോർ ചെയ്യുന്ന മറ്റൊരു താരമില്ല എന്നതാണ്. ക്വാളിറ്റിക്ക് ക്വാളിറ്റി, ടാലന്റിന് ടാലന്റ് ഉള്ള ഒട്ടനേകം ഫോർവേഡ് താരങ്ങൾ പോർച്ചുഗലിനുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടി സ്കോർ ചെയ്യുന്ന താരങ്ങൾ എന്ന് പറയാൻ റൊണാൾഡോ മാത്രമേ ഉള്ളൂ. പല ടീമുകൾ മാറി ഒടുവിൽ കഴിഞ്ഞ സമ്മറിലായിരുന്നു ജാവോ ഫിലിക്സ് എന്ന പോർച്ചുഗീസ് താരം റൊണാൾഡോ നിലവിൽ കളിക്കുന്ന അൽ നാസറിലേക്ക് എത്തിയത്. അൽ നാസറിൽ എത്തിയ താരം റൊണാൾഡോയ്ക്കൊപ്പം ചേർന്ന് വളരെ മികച്ച ഫോമിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ നാസറിൽ എത്തിയതിനു ശേഷം 21 മത്സരങ്ങളിൽ നിന്ന് 19 ഗോളും 6 അസിസ്റ്റുമാണ് ജാവോ ഫിലിക്സ് ഇതുവരെ നേടിയിട്ടുള്ളത്. റൊണാൾഡോ ആകട്ടെ ഈ സീസണിൽ 15 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളും 3 അസിസ്റ്റും. സൗദി ലീഗിൽ 13 ഗോളുകളുമായി ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഇവർ രണ്ടുപേരുമാണ് മുന്നിലുള്ളത്. അൽ നാസറിന്റെ മുന്നേറ്റ നിരയിൽ രണ്ട് താരങ്ങളും വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഡുയോ നല്ല രീതിയിൽ അവിടെ വർക്കാകുന്നുണ്ട്. പോർച്ചുഗലിന്റെ പരിശീലകനായിട്ടുള്ള റോബർട്ടോ മാർട്ടിനസിന് വരുന്ന വേൾഡ് കപ്പിൽ ഇവരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ഇവരുടെ ഡുവോ വർക്കായി കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പോർച്ചുഗലിന് സാധിക്കും. പോർച്ചുഗലിനെ സംബന്ധിച്ച് അവർക്ക് വളരെ മികച്ചൊരു മിഡ്ഫീൽഡ് ഉണ്ട്, ലോകോത്തര നിലവാരമുള്ള മിഡ്ഫീൽഡ്. വിറ്റീനിയ, ജാവോ നവാസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ തുടങ്ങി വളരെ മികച്ച ലോകോത്തര താരങ്ങളാണ് പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡിൽ ഉള്ളത്. അതുപോലെ തന്നെ ഡിഫൻസിൽ ജാവോ കാൻസലോ, ന്യൂനോ മെൻഡസ്, റൂബൻ ഡയസ് തുടങ്ങി ലോകോത്തര നിലവാരമുള്ള താരങ്ങളുമുണ്ട്. മുന്നേറ്റ നിരയിൽ സാക്ഷാൽ റൊണാൾഡോയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ സ്ക്വാഡ് വളരെ ബാലൻസ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ്. എന്നാൽ പോർച്ചുഗൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അർജന്റീന ടീം എടുത്തു കഴിഞ്ഞാൽ അവിടെ ലയണൽ മെസ്സി സ്കോർ ചെയ്യാനുണ്ട്. മെസ്സിയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പോലും ലൗറ്ററോ മാർട്ടിനസും ജൂലിയൻ ആൽവാരസും ഉണ്ട്. എന്നാൽ പോർച്ചുഗലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. റൊണാൾഡോ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്ഥിരമായി സ്കോർ ചെയ്യുന്ന താരങ്ങൾ പോർച്ചുഗലിന് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സ്ഥാനം ജാവോ ഫിലിക്സിന് ഫിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോർച്ചുഗലിന് വേണ്ടി ചില മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ ജാവോ ഫിലിക്സിനായിട്ടുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഒരു മികച്ച പ്രകടനം കൺസിസ്റ്റന്റ് ആയിട്ടും താരം നടത്തിയിട്ടില്ല. വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രകടനം താരത്തിന് നടത്താനായാൽ അത് പോർച്ചുഗലിന് വലിയ ഗുണം ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ വിത്ത് ഫുട്ബോൾ.